ഇനി നമുക്കുള്ള ഇവാലുവേഷൻ ഓഫ് ലൈൻ ഇൻ്റഗ്രലാണ്. ആദ്യം സിംപിളി കണക്റ്റഡ് എന്താണ്? ഇതൊരു സിംപിളി കണക്റ്റഡാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഏത് ക്ലോസ്ഡ് ലൂപ്പ് എടുത്താൽ ഇതിൻ്റെ അകത്തൊരു ക്ലോസ്ഡ് ലൂപ്പ് എടുത്താൽ അത് ഫുള്ളി കണ്ടെയ്ൻഡ്. ഇതിൻ്റെ അകത്ത് ഡിക്കകത്ത് ഇപ്പോൾ ഇതാണ് ആദ്യം വരച്ചാണ് നമ്മുടെ ഡി എങ്കിൽ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു കർവ് എടുത്തു, അതിൻ്റെ അകത്ത് ഡിക്കകത്തുള്ള പോയിൻറ്റുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സിംപിളി കണക്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവാലുവേഷൻ പല രീതിയിൽ നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ കാണുന്ന മെത്തേഡ് അനലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ ലൈൻ ഇൻ്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പം എഫ് അനലിറ്റിക് ആണെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അനലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ എഫ് എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ഇൻ എ സിംപിളി കണക്റ്റഡ് ഡൊമെയിൻ ഡി. ഒരു സിംപിളി കണക്റ്റഡ് ഡൊമെയിനിൽ എഫ് അനലിറ്റിക് ആണ് എങ്കിൽ നമുക്ക് ഒരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഇൻ ദ ഡൊമെയിൻ ഡി എക്സിസ്റ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നുണ്ട് എഫ് ഓഫ് ഇസഡ്, ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് സ്മോൾ എഫ് ഓഫ് ഇസഡ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഇസഡ് നോട്ട് ടു ഇസഡ് വൺ സ്മോൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് വൺ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് നോട്ട് ആയിരിക്കും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ കുറേ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം, അടുത്ത ദിവസം സെക്കൻഡ് മെത്തേഡിലുള്ള പ്രോബ്ലംസ് ചെയ്യാം. അപ്പം ഓർക്കേണ്ട കാര്യം, ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡിൻ്റെ ഡെറിവേറ്റീവാണ് സ്മോൾ എഫ് ഓഫ് ഇസഡ്. അതായത് ഇത് ഡെറിവേറ്റീവ് വരുന്നത് ഈ സ്മോൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്തിൻ്റെങ്കിലും ഡെറിവേറ്റീവ് ആണെങ്കിൽ അത് ഏത് ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. എഫ് ഡാഷ് ഓഫ് ഇസഡ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് ഇസഡ് വരുന്ന ആ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ഐഡൻറ്റിഫൈ ചെയ്താൽ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് വൺ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് നോട്ട് എന്നുള്ളതായിരിക്കും ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, evaluate integral over c z square dz where c is any contour from z is equal to 0 to z is equal to 1 plus I. Evaluate integral over c z square dz where c is in a contour from z is equal to 0 to z is equal to 1 plus I. അപ്പോൾ നമ്മുടെ ഇതൊരു അനലിറ്റിക് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് അനലിറ്റിക് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇസഡ് സ്ക്വയർ ഡെറിവേറ്റീവ് വരുന്ന ഏത് ഫംഗ്ഷൻ്റെയാണ് അപ്പോൾ നമുക്കറിയാം ഇസഡ് ക്യൂബ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3z സ്ക്വയറാണ്. അപ്പോൾ നമ്മൾ സ്മോൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇവിടെ ഇസഡ് സ്ക്വയറാണ് ഈസ് ഈക്വൽ ടു നമ്മൾ എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് എടുക്കുവാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഈ ഇസഡ് സ്ക്വയർ ഡെറിവേറ്റീവ് വരുന്ന ഫംഗ്ഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഡി ബൈ ഡി ഇസഡ് ഓഫ് ഇസഡ് ക്യൂബ് എന്ന് പറയുന്നത് 3z സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു 3 എക്സ്ട്രാ വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 1/3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ആ 3 പൊയ്ക്കോളും. അപ്പോൾ നമുക്ക് ഡി ബൈ ഡി ഇസഡ് ഓഫ് ഇസഡ് ക്യൂബ് ബൈ 3 ആണ് എടുക്കുന്നതെങ്കിൽ 3z സ്ക്വയർ ബൈ 3 വരുമ്പോൾ ആ ഇസഡ് സ്ക്വയർ നമുക്ക് കിട്ടും. Therefore ഡി ബൈ ഡി ഇസഡ് ഓഫ് ഇസഡ് ക്യൂബ് ബൈ 3, ഇസഡ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3z സ്ക്വയർ ആണ്. അപ്പോൾ 3z സ്ക്വയർ ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് ഇസഡ് സ്ക്വയർ കിട്ടും. Therefore നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം, എഫ് ഡാഷ് ഇസഡ് സ്ക്വയർ ആണ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ക്യൂബ് ബൈ 3 എന്ന് നമുക്ക് പറയാൻ മേലെ. കാരണം എഫ് ഡാഷ് ഓഫ് ഇസഡ് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് സ്ക്വയർ ആണ്. ഇസഡ് സ്ക്വയർ ഡെറിവേറ്റീവ് വരുന്നത് ഫംഗ്ഷൻ ഇസഡ് സ്ക്വയർ ഡെറിവേറ്റീവ് വരുന്ന ഒരു ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. അപ്പം എന്തിൻ്റെ ഡെറിവേറ്റീവാണ് ഇസഡ് സ്ക്വയർ വരുന്നത്, ഇസഡ് ക്യൂബ് ബൈ 3. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് ക്യൂബ് ബൈ 3 എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇഫ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇൻ്റഗ്രൽ z നോട്ട് ടു z1 സ്മോൾ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഡെഫിനിഷൻ അനുസരിച്ച് ക്യാപിറ്റൽ എഫ് ഓഫ് z1 മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് z നോട്ടാണ്. Therefore ഇൻ്റഗ്രൽ നമുക്ക് വേണ്ടത് എന്താണ്, 0 to 1 plus I ഇസഡ് സ്ക്വയർ ഡി ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് 1 പ്ലസ് ഐ മൈനസ് എഫ് ഓഫ് 0 എന്ന് പറയും. ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് എന്താണ്, ഇസഡ് ക്യൂബ് ബൈ 3 ആണ്. അപ്പോൾ ഇസഡ് ക്യൂബ് ബൈ 3 എന്ന് പറയുമ്പോൾ 1 പ്ലസ് ഐ ഓൾ റേസ് ടു 3 ഡിവൈഡഡ് ബൈ 3 മൈനസ് 0 ക്യൂബ് ബൈ 3 എന്ന് വരും. എഫ് ഓഫ് 1 പ്ലസ് ഐ എന്ന് പറയുന്നത് 1 പ്ലസ് ഐ ക്യൂബ് ബൈ 3 ആണ്.
എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0/3 വരും. അപ്പോൾ നമുക്ക് ആൻസർ 1 + i the whole cube ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അപ്പോൾ 1 + 3i + 3i² + i³ ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അപ്പോൾ 1 + 3i - 3 - i ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 1 - 3 എന്ന് പറയുമ്പോൾ -2 + 2i ഡിവൈഡഡ് ബൈ 3 -2 + 2i ഡിവൈഡഡ് ബൈ 3 വേണമെങ്കിൽ നമുക്ക് 2/3 കോമൺ ആയിട്ട് എടുത്താൽ -1 + i. അപ്പോൾ 2/3 × -1 + i എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്തത് z² ഡെറിവേറ്റീവ് വരുന്ന ഫംഗ്ഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ക്യാപിറ്റൽ F' ഓഫ് z = z² എന്ന് എടുത്തിട്ട് ആ എഫ് ഓഫ് z ക്യാപിറ്റൽ F ഓഫ് z എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുകയോ ചെയ്തു. അപ്പോൾ z² ഡെറിവേറ്റീവ് വരുന്ന ഫംഗ്ഷൻ കണ്ടുപിടിച്ച് എന്നിട്ട് ഈ ഫോമിലേക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Evaluate integral 1 to 1 + 4i 1 to 1 അല്ല i to 1 + 4i z² dz. ഇപ്പോൾ നമ്മൾ z² ചെയ്തതായതുകൊണ്ട് നമുക്കറിയാം നമ്മൾ F' ഓഫ് z = z² എന്ന് എടുത്താൽ ക്യാപിറ്റൽ F ഓഫ് z സ്മോൾ f ഓഫ് z ആണ് z². ക്യാപിറ്റൽ F ഓഫ് z എന്ന് പറയുന്നത് z³/3 കാരണം z³/3യുടെ ഡെറിവേറ്റീവ് z² ആണ്. Therefore integral i to 1 + 4i z² dz = capital F of 1 + 4i minus capital F of i. അപ്പോൾ അതെന്ത് വരും? 1 + 4i the whole cube by 3 minus i³/3 എന്ന് വരും. അപ്പോൾ 1 + 3 × 4 12i + 3 × 16i² എന്ന് പറയുമ്പോൾ 48i² മൈനസ് 4iയുടെ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ 64i³ ഡിവൈഡഡ് ബൈ 3 മൈനസ് i³/3 കോമൺ ആണ് -i³ എന്ന് വരും. അപ്പോൾ 1 + 12i - 48 + 64i പ്ലസ് i³ എന്ന് പറയുന്നത് -i ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു -47 64 65 plus 64 plus 76 77 വരും അല്ലേ? കറക്റ്റ് അല്ലേ? 4 × 3 12 3 × 16 48 -64 3s 4 × 4 16 64i³ -i ഇവിടെ പ്ലസ് 64 അല്ലേ? +64 ആണ്. അപ്പോൾ ഇവിടെ -64 വരും. അപ്പം -63 + 12 -47 -51 i ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. 12 - 64 എന്ന് പറയുമ്പോഴത്തേക്കും അത് 52 -52 + 1 -51. So this is equal to -47/3 -17i എന്ന് വരും. 51/3 -17 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Evaluate integral I to π/2 cos z dz. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ F' ഓഫ് z = cos z = സ്മോൾ f ഓഫ് z എന്ന് പറയും. ഇനി നമുക്കറിയാം d/dz ഓഫ് സൈൻ z എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് സൈൻ z എന്ന് പറയുന്നത് cos z ആണ്. Therefore
ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് സൈൻ ഇസഡ് ആയിട്ട് എടുക്കാമല്ലോ. കാരണം സൈൻ ഇസഡിൻ്റെ ഡെറിവേറ്റീവാണ് കോസ് ഇസഡ്. സൈൻ ഇസഡിൻ്റെ ഡെറിവേറ്റീവാണ് കോസ് ഇസഡ് വന്നത്. ദെയർഫോർ ഐ ടു പൈ ബൈ ടു കോസ് ഇസഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് പൈ ബൈ ടു മൈനസ് എഫ് ഓഫ് ഐ എന്ന് വരും. അപ്പോൾ അത് എഫ് ഇസഡ് എന്ന് പറയുന്നത് സൈൻ ഇസഡാണ്. അപ്പോൾ സൈൻ പൈ ബൈ ടു മൈനസ് സൈൻ ഐ എന്ന് വരും. സൈൻ പൈ ബൈ ടു എന്ന് പറയുന്നത് നമുക്ക് 1 ആണ്. അപ്പോൾ 1 മൈനസ് സൈൻ ഐ എന്ന് വന്നു, വിച്ച് ഈസ് ഈ സൈൻ പൈ ബൈ ടു 1 ആണ്. അപ്പം മൈനസ് സൈൻ ഐ വരും. 1 മൈനസ് സൈൻ ഐ ആണ്. ഇനി സൈൻ ഐ വൈ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഇങ്ങനെ ഇട്ടുന്നതും കൊണ്ട് കുഴപ്പമില്ല. സൈൻ ഐ വൈ എന്ന് പറയുന്നത് എന്താ? ഐ സൈൻ എച്ച് വൈ അല്ലേ? അപ്പോൾ വൈയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ അത് സൈൻ H1 വരും അല്ലേ? ഐ സൈൻ H1. സോ ദിസ് ഈസ് ഈക്വൽ ടു -1 മൈനസ് ഐ സൈൻ H1 എന്ന്. ഇങ്ങനെ ഇതും കൊണ്ട് സ്റ്റോപ്പ് ചെയ്തതും കൊണ്ട് കുഴപ്പമില്ല. 1 മൈനസ് സൈൻ ഐ എന്നുള്ളത് നമുക്ക് 1 മൈനസ് ഐ സൈൻ H1. അതിൻ്റെ റീസൺ ഇതാണ്, സൈൻ ഐ വൈ എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് വൈ ആണ്. ഐ സൈൻ എച്ച് വൈ. അപ്പോൾ സൈൻ ഐ എന്ന് പറയുന്നത് ഐ സൈൻ വൈയുടെ സ്ഥാനത്ത് 1 വരും. ഐ സൈൻ H1. നമുക്ക് 1 മൈനസ് ഐ സൈൻ H1 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ, ഇവാലുവേറ്റ് മൈനസ് പൈ ഐ ടു പൈ ഐ മൈനസ് പൈ ഐ ടു പൈ ഐ കോസ് ഇസഡ് ഡി ഇസഡ്. കോസ് ഇസഡ് ഡി ഇസഡ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അറിയാം, എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു കോസ് ഇസഡ് എന്ന് എടുക്കുവാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് സൈൻ ഇസഡ് ആണ്. ദെയർഫോർ മൈനസ് പൈ ഐ ടു പൈ ഐ കോസ് ഇസഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് പൈ ഐ മൈനസ് എഫ് ഓഫ് മൈനസ് പൈ ഐ വരും, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ പൈ ഐ മൈനസ് സൈൻ മൈനസ് പൈ ഐ എന്ന് വരും അല്ലേ? സൈൻ പൈ ഐ മൈനസ് ഐ. ഇപ്പം നമുക്ക് സൈൻ പൈ ഐ മൈനസ് സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ. അപ്പോൾ ഇത് പിന്നെ സൈൻ പൈ ഐ എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 സൈൻ പൈ ഐ. ഇനി നമുക്ക് മുമ്പ് ഇപ്പം പറഞ്ഞതനുസരിച്ച് സൈൻ ഐ വൈ എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് വൈ അല്ലേ? നമുക്ക് അതിന് 2 ഐ സൈൻ എച്ച് പൈ എന്ന് വരും. 2 ഐ സൈൻ എച്ച് പൈ. കാരണം നമ്മൾ മുമ്പേ യൂസ് ചെയ്താണ് സൈൻ ഐ വൈ എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് വൈ ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഐ സൈൻ എച്ച് പൈ എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നതെല്ലാം അനലിറ്റിക് ഫങ്ഷൻസ് ആണ്. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫങ്ഷൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 8 പ്ലസ് പൈ ഐ 8 മൈനസ് 3 പൈ ഐ ഇ റേസ് ടു ഇസഡ് ബൈ 2 ഡി ഇസഡ്. ഇ റേസ് ടു ഇസഡ് ബൈ 2 ഡി ഇസഡ്. നമുക്ക് അപ്പോൾ ഇത് ഇ റേസ് ടു എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഇസഡ് ബൈ 2 ആണ്. നമുക്കറിയാം ഡി ബൈ ഡി ഇസഡ് ഓഫ് ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഇസഡ് ആണ്. ഡി ബൈ ഡി ഇസഡ് ഓഫ് ഇ റേസ് ടു ഇസഡ് ബൈ 2 എന്ന് പറയുന്നത് ഇ റേസ് ടു ഇസഡ് ബൈ 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് ബൈ 2 എന്ന് പറയുമ്പം ബൈ 2 വരും. നമുക്ക് വേണ്ടത് ഇ റേസ് ടു ഇസഡ് ബൈ 2 ഡെറിവേറ്റീവ് വരുന്ന ഫംഗ്ഷനാണ്. അപ്പം നമുക്ക് ഡി ബൈ ഡി ഇസഡ് ഓഫ് 2 ഇ റേസ് ടു ഇസഡ് ബൈ 2 നമ്മൾ എടുക്കുവാണെങ്കിൽ അത് ഇ റേസ് ടു ഇസഡ് ബൈ 2 ബൈ 2 ഇൻറ്റു 2 കൂടെ വരുമ്പോൾ ഇ റേസ് ടു ഇസഡ് ബൈ 2 വരും. അപ്പോൾ ഇ റേസ് ടു ഇസഡ് ബൈ 2 ഡെറിവേറ്റീവ് വരുന്ന ഫംഗ്ഷൻ എന്താണ്? 2 ഇ റേസ് ടു ഇസഡ് ബൈ 2ൻ്റെ ഡെറിവേറ്റീവാണ് 2 ഇ റേസ് ടു ഇസഡ് ബൈ 2ൻ്റെ ഡെറിവേറ്റീവാണ് ഇ റേസ് ടു ഇസഡ് ബൈ 2. നമ്മളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഡെറിവേറ്റീവ് വരുന്ന ഫംഗ്ഷൻ എന്താണ്? അപ്പോൾ ഇ റേസ് ടു ഇസഡ് ബൈ 2 ഡെറിവേറ്റീവ് വരുന്ന ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു
2e⁻². 2e⁻² ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. Therefore, ഇൻ്റഗ്രൽ 8 + πi 8 - 3πi സ്മോൾ എഫ് ഓഫ് ഇസഡിനെയാണ് നമ്മൾ e⁻². ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് 8 - 3πi മൈനസ് എഫ് ഓഫ് 8 + πi ആണ്. അപ്പം എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 2e⁻². അപ്പം ദിസ് ഈസ് ഈക്വൽ ടു 2e⁻8 - 3πi/2 മൈനസ് 2e⁻8 + πi. 8 + πi എന്ന് പറയുമ്പം 8 + πi/2 എന്ന് വരും. സോ ദിസ് ഈസ് 2 കോമൺ ആയിട്ട് എടുത്താൽ e⁻4 - 3π/2 മൈനസ് e⁻4 - πi/2. നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 8/2 4 വരും. അപ്പോൾ e⁻4 - 3πi/2 മൈനസ് e⁻4 πi/2. ഇനി നമുക്കറിയാം e⁻z, അത് സൈഡിൽ എഴുതിയിട്ടാൽ മതി. e⁻z എന്നുള്ള ഫംഗ്ഷൻ ഈസ് പീരിയോഡിക്. അതൊരു പീരിയോഡിക് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് 2πi. ഇതിൻ്റെ പീരീഡ് 2πi ആണ്. പീരീഡ് 2πi ആയതുകൊണ്ട് നമുക്ക് ഈ e⁻z അകത്തോട്ട് ഒരു 2πi ആഡ് ചെയ്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ e⁻z അതായത് ഈ പീരിയോഡിക് വിത്ത് പീരീഡ് 2πi ആയതുകൊണ്ട് e⁻z + 2πi എന്ന് പറയുന്നത് e⁻z തന്നെയായിരിക്കും. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് e⁻4 - 3πi/2 + 2πi എന്ന് പറയുന്നത് ഇതും സെയിമാണ്. അതായത് ഈ ടേമിൻ്റെ അകത്തോട്ട് e⁻z അകത്തോട്ട് ഒരു 2πi ആഡ് ചെയ്താലും സെയിം തന്നെയാണ്. മൈനസ് e⁻4 - πi/2 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 × e⁻4 ഇത് പ്ലസ് അല്ലേ, ഇത് രണ്ടും പ്ലസ് ആണ്. 8 + πi എന്ന് പറയുമ്പോൾ 4 + πi. അപ്പോൾ ഇത് നമ്മൾ LC എടുക്കുമ്പോൾ e⁻4 - 4 - 3 എന്ന് പറയുമ്പോൾ പ്ലസ് πi/2 മൈനസ് e⁻4 + πi/2 വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ 0 എന്ന് വരും. നെക്സ്റ്റ് വൺ, ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ -i to i dz/z. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ -i to i dz/z. അപ്പോൾ നമുക്ക് 1/z ഡെറിവേറ്റീവ് വരുന്ന ഫംഗ്ഷനാണ് കണ്ടുപിടിക്കുന്നത്. f' of z is equal to 1/z. അപ്പോൾ 1/z എന്തിൻ്റെ ഡെറിവേറ്റീവാണ്? നമുക്കറിയാം log xൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പം നമ്മൾ സ്മോൾ എഫ് ഓഫ് z ഈക്വൽ ടു 1/z അല്ലെങ്കിൽ ക്യാപിറ്റൽ f' of z ഈക്വൽ ടു 1/z എന്ന് എടുത്താൽ നമുക്കറിയാം d/dz ഓഫ് log zൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/z ആണ്. therefore ക്യാപിറ്റൽ എഫ് ഓഫ് z എന്ന് പറയുന്നത് log z വരും. therefore -i to i, നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ സ്മോൾ എഫ് ഓഫ് z dz is equal to ക്യാപിറ്റൽ എഫ് ഓഫ് ഐ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് -i. നമ്മൾ ഈ തിയറത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ എഴുതണം. എന്നിട്ട് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസറും സ്മോൾ എഫ് ഓഫ് ഇസറും എന്താണെന്നും മെൻഷൻ ചെയ്ത് വേണം പോകാൻ, കാരണം നമ്മൾ ആ തിയറമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ക്യാപിറ്റൽ എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് log i, ക്യാപിറ്റൽ എഫ് ഓഫ് -i എന്ന് പറയുന്നത് log -i. സോ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് log i മൈനസ് log -i. ഇനി log i എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആർഗ്യുമെൻറ്റ് ഐയുടെ ആർഗ്യുമെൻറ്റ് π/2 ആണ്. ഇതിൻ്റെ മോഡുലസ് വാല്യൂ നമുക്കറിയാം 1. അപ്പോൾ log i നമ്മളത് സൈഡിൽ ചെയ്ത് നോക്കിയാൽ മതി. log i എന്ന് പറയുന്ന ലോഗരിതം ഓഫ്
മോഡുലസ് ഓഫ് ഐ പ്ലസ് ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർഗ്യുമെൻ്റ് ഓഫ് ഐ ആണ് അല്ലേ. ലോഗ് ഐ എന്ന് പറയുന്നത് അപ്പോൾ അതെന്ത് വരും, ലോഗ് 1 പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻ്റ് ഓഫ് ഐ എന്ന് പറയുന്നത് π/2 വിച്ച് ഈസ് ഈക്വൽ ടു ഐ π/2 വരും. ലോഗ് 1 0 ആയതുകൊണ്ട് ഇത് ഐ π/2 വരും. മൈനസ് ലോഗ് ഓഫ് മൈനസ് ഐ എന്ന് പറയുന്ന ലോഗ് മോഡുലസ് ഓഫ് മൈനസ് ഐ പ്ലസ് ഐ ഇൻറ്റു പ്രിൻസിപ്പിൾ ആർഗ്യുമെൻ്റ് ഓഫ് മൈനസ് ഐ. ലോഗ് 1 പ്ലസ് ഐ ഇൻറ്റു മൈനസ് π/2. അപ്പോൾ അത് ലോഗ് 1 0 ആയതുകൊണ്ട് മൈനസ് ഐ π/2 എന്ന് വരും. സോ ഇത് മൈനസ് ഐ π/2. അപ്പോൾ ഇത് ഐ π/2 പ്ലസ് ഐ π/2 എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു πi. 2πi/2 ആണ്. അപ്പോൾ ആൻസർ നമുക്ക് πi എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, evaluate integral over c e raised to pi z dz where c is any contour from z is equal to 0 to z is equal to 1 plus i. അപ്പം നമുക്ക് സ്മോൾ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു പൈ ഇസഡ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ഇസഡാണ്. അപ്പോൾ ഇ റേസ് ടു പൈ ഇസഡ് ഡെറിവേറ്റീവ് വരുന്നൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഡി ബൈ ഡി ഇസഡ് ഓഫ് ഇ റേസ് ടു പൈ ഇസഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു പൈ ഇസഡ് ഡിവൈഡഡ് ബൈ പൈ ആണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒരു പൈയും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ പൈ ഇ റേസ് ടു പൈ ഇസഡ് ഇ റേസ് ടു പൈ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഡിവൈഡ് ബൈ പൈ അല്ല ഇൻറ്റു പൈ അല്ലേ, മാറിപ്പോയതാണ്. ഇ റേസ് ടു എ ഇസഡിൻ്റേത് നമുക്ക് ഇ റേസ് ടു എ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എ ഇസഡ് ആണല്ലോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ മാറിപ്പോയതാണ്. ഇ റേസ് ടു പൈ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇ റേസ് ടു പൈ ഇസഡ് ഇൻറ്റു പൈ ആണ്. അപ്പോൾ നമുക്ക് ഇ റേസ് ടു പൈ ഇസഡ് ഡെറിവേറ്റീവ് വരുന്നൊരു ഫംഗ്ഷൻ, അപ്പോൾ ഒരു പൈ എക്സ്ട്രാ വന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരു ഡി ബൈ ഡി ഇസഡ് ഓഫ് 1 ബൈ പൈ ഇ റേസ് ടു പൈ ഇസഡ് എടുക്കുവാണെങ്കിൽ 1 ബൈ പൈ ഈ പൈയും കൂടെ പോയിട്ട് ഇ റേസ് ടു പൈ ഇസഡ് കിട്ടും. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഇ റേസ് ടു പൈ ഇസഡ് ആണെങ്കിൽ എൻ്റെ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു പൈ ഇസഡ് ഡിവൈഡഡ് ബൈ പൈ എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു പൈ ഇസഡ് ഡിവൈഡഡ് ബൈ പൈ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇ റേസ് ടു പൈ ഇസഡ് എന്ന് ബൈ പൈ എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ തിയറം 1 അപ്ലൈ ചെയ്യാൻ പറ്റും. ദെർഫോർ ഇൻ്റഗ്രൽ ഓവർ സി ഇ റേസ് ടു പൈ ഇസഡ് ഡി ഇസഡ് ഇസ് ഇൻ്റഗ്രൽ സി എന്ന് പറയുന്നത് 0 to 1 പ്ലസ് ഐ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 1 പ്ലസ് ഐ മൈനസ് എഫ് ഓഫ് 0 എന്ന് വരും. എഫ് ഓഫ് 1 പ്ലസ് ഐ എന്ന് പറയുന്നത് ഇ റേസ് ടു പൈ ഇൻറ്റു 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ പൈ മൈനസ് ഇ റേസ് ടു 0 ഡിവൈഡഡ് ബൈ പൈ എന്ന് വരും. അപ്പം അത് ഇ റേസ് ടു പൈ പ്ലസ് ഐ പൈ ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ് ഡിവൈഡഡ് ബൈ പൈ എന്ന് വരും. അപ്പോൾ ആൻസർ ഇ റേസ് ടു പൈ ഇൻറ്റു ഇ റേസ് ടു ഐ പൈ മൈനസ് 1 ബൈ പൈ. ഇ റേസ് ടു ഐ പൈ എന്ന് പറയുന്നത് നമുക്കറിയാം ഇ റേസ് ടു പൈ ഇൻറ്റു ഇ റേസ് ടു പൈ പ്ലസ് ഐ പൈ ആണ്. ഇ റേസ് ടു പൈ ഇ റേസ് ടു പൈ ഇ റേസ് ടു ഐ പൈ എന്ന് പറയുന്നത് കോസ് പൈ പ്ലസ് ഐ സൈൻ പൈ മൈനസ് 1 ബൈ പൈ. ഈ കോസ് പൈ മൈനസ് 1 ഐ ഇ റേസ് ടു പൈ -1
ബൈ പൈ. അപ്പോൾ അത് മൈനസ് ഓഫ് ഇ റേസ് ടു പൈ -1 ബൈ പൈ എന്ന് ആൻസർ കിട്ടും. ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇ റേസ് ടു പൈ ഇൻറ്റു 1 + i -1 ബൈ പൈ എന്ന് കൊണ്ട് സ്റ്റോപ്പ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ. അടുത്തത് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി dz by z square, where C is the positively oriented circle, where C is the positively oriented circle, Z is equal to 2e raised to I theta minus pi less than theta less than or equal to pi about the origin. അപ്പോൾ Z is equal to 2e raised to I theta നമ്മൾ എടുക്കുവാണെങ്കിൽ സർക്കിൾ വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് 2 ആ. ഇതിൻ്റെ റേഡിയസ് 2 സെൻറ്റർ 0 മൈനസ് പൈ ടു പൈ ആണ് തീറ്റ വേരി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1/z² എന്നുള്ള ഫംഗ്ഷൻ്റെ 1/z² ഡെറിവേറ്റീവ് വരുന്നൊരു ഫംഗ്ഷൻ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഈ ഫംഗ്ഷൻ Z is equal to 0 ഡിഫൈൻഡ് അല്ല. അപ്പോൾ Z നോട്ട് ഈക്വൽ ടു 0 മാത്രമേ ഈ ഫംഗ്ഷൻ നമുക്ക് അനലിറ്റിക്കാന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ fz is equal to 1/z², വേർ Z നോട്ട് ഈക്വൽ ടു സ്മോൾ f of z. കാരണം നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഫംഗ്ഷൻ സ്മോൾ f of z എന്ന് പറയുന്നത് അനലിറ്റിക് ആയിട്ടുള്ളത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ fz ഈക്വൽ ടു 1/z², വേർ Z നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കറിയാം d/dz ഓഫ് 1/z എന്ന് പറയുന്നത് -1/z². therefore നമുക്ക് ക്യാപിറ്റൽ f ഡാഷ് ഓഫ് z എന്ന് പറയുന്നത് 1/z² കിട്ടണമെന്നുണ്ടെങ്കിൽ സ്മോൾ f ഓഫ് z എന്ന് പറയുന്നത് -1/z എന്ന് എടുത്താൽ പോലെ -1/z, വേർ Z നോട്ട് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. therefore in the domain with mod z greater than 0, z equal to 0 നമുക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ mod z greater than 0 consisting of the end z plane ഇത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. therefore integral over c dz by z² is equal to capital F of ഇത് നമുക്ക് ഇൻ്റഗ്രൽ -π to π 1/z² dz എന്ന് എടുക്കാൻ പറ്റും. നമ്മൾ സർക്കിളിൻ്റെ റേഞ്ച് -π to π ആണല്ലോ. -π to π, ഒരു മിനിറ്റ്. ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി dz by z² ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ -π to π എഴുതുന്നതിന് മുമ്പ് നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി, ഒരു മിനിറ്റ്, ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സി എന്ന് പറയുന്ന കർവ്, സി ഈസ് ദ സർക്കിൾ Z is equal to 2e raised to I theta, 2e raised to I theta. എന്നിട്ട് സിയുടെ വേരിയേഷൻ തീറ്റ വേരീസ് ഫ്രം -π to π എന്നാണ് തന്നേക്കുന്നത്. therefore Z1 to Z2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ വെൻ തീറ്റ ഈസ് ഈക്വൽ ടു -π, Z1 ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ Z0 ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ Z1 എന്ന് പറയുന്നത് 2e raised to -iπ അല്ലേ. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു π, Z2 ഈസ് ഈക്വൽ ടു 2e raised to iπ വരും. ഇനി 2e raised to -iπ എന്ന് പറയുന്നതും നമ്മുടെ 2e raised to iπ എന്ന് പറയുന്നത് സെയിം, അത് നമുക്ക് പിന്നെ നോക്കാം. therefore ഇൻ്റഗ്രൽ ഓവർ സി dz by z² എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ സിയുടെ റേഞ്ച് നമ്മൾ പാരാമെട്രൈസേഷൻ ചെയ്യുന്നത് കൊണ്ടാണ്. ഇവിടെ മറ്റിടത്തൊന്നും നമ്മൾ പാരാമെട്രൈസ് ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് വാല്യൂ കൊടുക്കുമായിരുന്നു. ഇവിടെ പാരാമെട്രൈസ്ഡ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ആ തിയറി പറഞ്ഞായിരുന്നു, ആ തീറ്റയുടെ റേഞ്ച് എ തൊട്ട് ബി വരെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇസഡിൻ്റെ അകത്ത് ആ തീറ്റയ്ക്ക് നമ്മൾ ആ പർട്ടിക്കുലർ എ എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടെ -π ആണ്
തീറ്റയുടെ സ്റ്റാർട്ടിങ് വാല്യൂ. അപ്പോൾ ആ ഇസറിന് തീറ്റ മൈനസ് പൈ കൊടുക്കും, തീറ്റയ്ക്ക് മൈനസ് പൈ കൊടുക്കുമ്പോൾ ഇസറിൻ്റെ സ്റ്റാർട്ടിങ് വാല്യൂ കിട്ടും. അപ്പോൾ അത് 2e⁻ -i π തൊട്ട് 2e⁻i π dz/z² ഫോമിൽ വരും. അത് ഇവിടെ നമ്മൾ ബാക്കി പ്രോബ്ലം ആയിട്ടുള്ള ഡിഫറൻസ് അതാണ്. ബാക്കി ഒരു പ്രോബ്ലത്തിൽ നമ്മൾ പാരാമട്രൈസേഷൻ യൂസ് ചെയ്ത് നമ്മൾ നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആ സർക്കിളിൻ്റെ പാരാമട്രൈസ്ഡ് ഇക്വേഷനാണ് തന്നേക്കുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ തീറ്റയുടെ റേഞ്ചാണ് -π to π തന്നെ. ഇസഡ് എന്ന് പറയുന്നത് 2e⁻i⁻. അപ്പോൾ ഇസഡിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 2e⁻−i⁻ തൊട്ട് 2e⁻i⁻ വരെയാണ്. ഇനി നമ്മൾ തീറ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് -1/z. സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2e⁻i⁻ മൈനസ് എഫ് ഓഫ് 2e⁻−i⁻ എന്ന് വരും. സോ നമുക്കറിയാം അത് എഫ് ഓഫ് 2e⁻i⁻ മൈനസ് എഫ് ഓഫ് 2e⁻i⁻ എന്ന് വരികയില്ല. കാരണം e⁻z എന്ന് പറയുന്നത് പീരിയോഡിക് വിത്ത് പീരീഡ് 2πi അല്ലെങ്കിൽ നമുക്കറിയാം e⁻i⁻ എന്ന് പറയുന്നത് കോസ് പൈ പ്ലസ് i സൈൻ പൈ എന്ന് പറയുന്നത് -1. e⁻−i⁻ എന്ന് പറയുന്നത് കോസ് പൈ മൈനസ് i സൈൻ പൈ, അതും -1. സോ ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് ആൻസർ 0 എന്ന് കിട്ടും. ഇവിടെ ബാക്കി പ്രോബ്ലം ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇസഡിൻ്റെ ടേംസിലല്ല തീറ്റയുടെ ടേംസിലായിരുന്നു റേഞ്ച് തന്നിരിക്കുന്നത്. ഇസഡ് 2e⁻i പാരാമട്രൈസ്ഡ് ഫോമിലാണ് തന്നിരിക്കുന്നത്. ഇസഡ് ഈസ് ഈക്വൽ ടു 2e⁻i⁻. അപ്പോൾ തീറ്റ -π to π ആകുമ്പോൾ ഇസഡിൻ്റെ റേഞ്ച് 2e⁻−i⁻ തൊട്ട് 2e⁻i⁻ വരെയാണ്. ആ ഒരു ഡിഫറൻസ് ഓർത്തോണം.